പ്രിയദർശൻ, മോഹൻലാൽ, MG ശ്രീകുമാർ, ഈ ഒരു കോമ്പൗണ്ട്, ഈ ഒരു കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള ഒട്ടനവധി സിനിമാ ഗാനങ്ങൾ ഏറ്റവും മികച്ച ഔട്ട്പുട്ടുകളാണ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ആ ഒരു ഇപ്പം നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, മോഹൻലാലിൻ്റെ ഒരു പ്രകടനവുമായിട്ട് സാദൃശ്യം പുലർത്തുന്ന ഒരു ശബ്ദമാണ് സാറിൻ്റേത്. അത് എങ്ങനെ, അതിൻ്റെ ഒരു മാജിക് എന്താണ്? സത്യത്തിൽ ഇത് അറിഞ്ഞുകൊണ്ടൊന്നുമില്ല. ഒരുപാട് പേര് പറയുന്നു ഇപ്പം മോഹൻലാൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ പാടുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. ബേസിക്കായിട്ട് നമുക്ക് പാടണമെന്നുണ്ടെങ്കിൽ അതിന് കഴിവ് വേണം. അതുപോലെ തന്നെ മോഹൻലാൽ എടുത്തിട്ടുള്ള കുറേ പടങ്ങൾ, ബറോസ് ഉൾപ്പെടെയുള്ള കുറേ പടങ്ങൾ, പിന്നെ അഭിനയിച്ച പടങ്ങൾ, പിന്നെ ഭരതം, അതിനകത്തൊന്നും എന്നെ കൊണ്ട് പാടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കാരണം ചിത്രം എന്ന ചിത്രത്തിൽ പാടിയപ്പോഴത്തേക്ക് അത് മോഹൻലാലിൻ്റെ ശബ്ദവും എൻ്റെ ശബ്ദവുമായിട്ട് സ്ക്രീനിൽ മാച്ച് ചെയ്യുന്നുവെന്ന് നമ്മുടെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് മുദ്ര കുത്തിയത്. അങ്ങനെയാണ് എനിക്ക് ആ ഒരു വഴി തുറന്നു കിട്ടിയത്. അല്ലാതെ ആരുടെയും ഒരു ശുപാർശ ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് പ്രിയദർശൻ്റെ പടത്തിൽ എനിക്കൊരു എൻട്രി തന്നു. അതായത് തുടക്കത്തിലുള്ള എല്ലാ പടത്തിലും ഞങ്ങൾ കൂട്ടുകാരായിരുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്ത് പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിട്ട് ഒരു എൻട്രി തന്നു. പക്ഷേ ആ എൻട്രി കൊണ്ട് പ്രിയദർശൻ്റെ പടത്തിൽ മാത്രമല്ല ഞാൻ പാടിയത്. ഞാൻ ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഞാൻ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ AR റഹ്മാന്, രാജാ സാറിന്. അത് ആൾക്കാർ പറയുന്നതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം കഴിവ് എന്നും കഴിവ് തന്നെയാണ്.